കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതമനുഭവിക്കുന്നവരെ കാണാൻ പ്രധാനമന്ത്രി ഇന്ന് ഹിമാചൽ പ്രദേശും പഞ്ചാബും സന്ദർശിക്കും. ദുരിതബാധിത കുടുംബങ്ങളെ കാണും. നാശനഷ്ടങ്ങൾ വിലയിരുത്തി ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് അദ്ദേഹം ചർച്ചകൾ നടത്തും. അതേസമയം തന്നെ പ്രധാനമന്ത്രി ഈ മാസം 17 ബീഹാറിലെ ഗയയും സന്ദർശിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് നന്ദഗോപനാണ്. നന്ദൻ, എപ്പോഴാണ് പ്രധാനമന്ത്രി ഹിമാചലിലേക്കും ഒപ്പം പഞ്ചാബിലേക്കും പുറപ്പെടുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്ന് രണ്ട് സംസ്ഥാനങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. ഉച്ചയ്ക്ക് 1:30 ഹിമാചൽ പ്രദേശിലെ കംഗ്രയിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ പ്രധാനമന്ത്രി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. അവിടെ ഒരു പ്രത്യേക അവലോകന യോഗം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അവലോകന യോഗത്തിൽ NDRFന്റെയും SDRFന്റെയും ഒക്കെ തന്നെ അംഗങ്ങളടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമാണ് അദ്ദേഹം പഞ്ചാബിലെ പ്രളയബാധിത മേഖലയിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് അദ്ദേഹം ഈ പഞ്ചാബിലെ പ്രളയബാധിത മേഖലയിലേക്ക് എത്തുന്നത്. നിലവിൽ പഞ്ചാബിലെ മരണനിരക്ക് 51 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ 46 ആയിരുന്നു. എന്നാൽ പ്രളയം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മഴ അല്പം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും പഞ്ചാബിൽ കഴിഞ്ഞ 50 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയമാണ്. ഏതാണ്ട് 1.75 ലക്ഷം ഹെക്ടർ കൃഷി പൂർണ്ണമായും നശിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഈ മേഖലയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി പഞ്ചാബിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ 21 തീയതി അദ്ദേഹം ബീഹാറിലെ ഗയ സന്ദർശിക്കുന്നുണ്ട്. ഗയയിൽ വിഷ്ണുപത് ക്ഷേത്രത്തിൽ അദ്ദേഹം മാതാവിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെന്റെ നാമത്തിൽ ആത്മശാന്തിക്കായി അദ്ദേഹം അവിടെ തർപ്പണം നടത്തുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം വളരെ പ്രശസ്തമാണ്. ആ ക്ഷേത്രത്തിലെത്തിയാണ് ഗയയിലെ വിഷ്ണുപത് ക്ഷേത്രത്തിലെത്തിയാണ് പ്രധാനമന്ത്രി തന്റെ മാതാവിനായി പിതൃതർപ്പണം നടത്തുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഇന്ത്യ സഖ്യം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഇകഴ്ത്തുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. BJP നേതാക്കൾ മാപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം അതിനോട് ഇതുവരെയായിട്ടും പ്രതികരിച്ചില്ല. ഇത്തരമൊരു രാഷ്ട്രീയ ചൂടുകൂടി നിലനിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു യുദ്ധം അരങ്ങേറുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ പ്രധാനമന്ത്രി 21 തീയതി ബീഹാറിലെ ഗയ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ കാണാൻ പ്രധാനമന്ത്രി ഇന്ന് ഹിമാചൽ പ്രദേശിലേക്കും പഞ്ചാബിലേക്കും പോകുന്നുണ്ട്. ദുരിതബാധിത കുടുംബങ്ങളെ അദ്ദേഹം നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കും. ഒപ്പം തന്നെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ചകളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഈ മാസം 17 ബീഹാറിലെ ഗയയും സന്ദർശിക്കുന്നുണ്ട്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.